ഇനി കുറച്ചു മാസങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അത് UDFനെ സംബന്ധിച്ചിടത്തോളമായാലും LDFനെ സംബന്ധിച്ചിടത്തോളമായാലും BJPയെ സംബന്ധിച്ചിടത്തോളമായാലും ഒരു UDF ഭരണം ഉണ്ടാകുമോ 2026? അതല്ല LDFൻ്റെ ഒരു തുടർ ഭരണം അവിടെ ഉണ്ടാകുമോ? BJP 2026 ഒരു നിർണായക ശക്തിയായി മാറുമോ എന്നുള്ള പ്രധാന ചോദ്യങ്ങൾ നീണ്ട ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് 2026. 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ, അതായത് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു ചിത്രം ഏകദേശം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇന്ന പാർട്ടി വരണമെന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന പാർട്ടി തോൽക്കണമെന്നുള്ളത്. അത് UDFിലേക്കാണോ ആ ഒരു ചായ്വ്, അതല്ല LDFൻ്റെ തുടർഭരണത്തിലേക്കാണോ ആ ഒരു പോക്കെന്ന് പറയുന്നത്, അതല്ല ഒരു മൂന്നാം മുന്നണി ശക്തിപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും? ഒരു കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉടനീളമുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് നിലവിലത്തെ ഭരണപക്ഷമായിട്ടുള്ള LDFനെതിരെ തന്നെ. പക്ഷേ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിനി കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്. ഒരു തോൽവിയിലേക്കാണോ ജനങ്ങളുടെ ആ ഒരു ഭരണവിരുദ്ധ വികാരം മാറുന്നത്? നിലവിൽ പ്രതിപക്ഷമായിരിക്കുന്ന UDFന് നേട്ടമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് 2026 മാറും. ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്, UDFന് നിലവിൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2026 എല്ലാ കണക്കുകളും നോക്കുമ്പോഴത്തേക്കും. പക്ഷെ മറ്റൊരു മറുവശം ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു തരംഗമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും ഒരു UDF അനുകൂലമായിട്ടുള്ള ഒരു വലിയ തരംഗം ഇതുവരെയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. അതിന് കാരണവും UDFൻ്റെ പോരായ്മ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ പ്രതിപക്ഷമായിരുന്നിടത്തോളവും അതോടൊപ്പം തന്നെ അവരുടെ മുൻകാല ഭരണവും എല്ലാം നോക്കുമ്പോഴത്തേക്കായാൽ പോലും ജനങ്ങൾ 100% UDFിലേക്ക് അനുകൂല ഘടകമായി ചിന്തിക്കുന്നില്ല പൂർണ്ണമായി. അവിടെയാണ് UDFന് തലവേദനയായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്ന അളവിലുള്ള ഒരു വിജയം 2026 കിട്ടുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇരിക്കുന്നതും ആ ഒരു കാര്യത്തിലാണ്. അതുകൂടാതെ തന്നെ BJPയുടെ ഒരു മുന്നേറ്റം പേടിക്കുന്നുമുണ്ട്, അത് UDF ആയാലും LDF ആയാലും. അതുകൂടാതെ തന്നെ LDFിലേക്ക് വരുമ്പോഴത്തേക്കും LDFന് ഭരണവിരുദ്ധ വികാരം നിലവിൽ കേരളത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാണെങ്കിലും അത് ഭരണത്തിൽ നിന്നും LDFനെ മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് 100% ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത സാഹചര്യവും കേരളത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പല കണക്കുകളും നോക്കുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള പ്രതീക്ഷിക്കാത്ത അട്ടിമറികളും തന്ത്രങ്ങളും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതുവരെയും സംഭവിക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ 2026 സംഭവിച്ചെന്നും വരും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് 2026 ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൂർണ്ണ തോതിൽ അവർ ഇന്ത്യയിലേ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ആകെയുള്ളത് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കൂടി ഭരണം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആകെ പെട്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും അവർ പഠിച്ച പണി 18 പയറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോൾ പല പ്രതീക്ഷിക്കാത്ത കൂട്ടുകെട്ടുകളും അതോടൊപ്പം തന്നെ പല തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും അന്തർധാരകളും ഒക്കെ തന്നെ സംഭവിച്ചാൽ തന്നെയും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാനായിട്ട്. ഇനി ഈ പറയുന്ന തരത്തിൽ BJPയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് നിലവിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടാനായിട്ട് പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. പക്ഷെ നേടാനായിട്ടാണ് അവർക്ക് ഉള്ളത് താനും. കാരണം നിലവിൽ അവർക്ക് ഒരു സീറ്റും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2026 തെരഞ്ഞെടുപ്പ് ഒരു ബോണസാണ്, അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിച്ച പോലെയാണ്. കാരണം അവർക്കൊരു അടിത്തറ പാകപ്പെടുത്താനായിട്ട് നിലവിൽ കോൺഗ്രസിനേക്കാളും LDFിനേക്കാളും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ പരിപൂർണമായിട്ട് തെളിഞ്ഞ ഒരു ചിത്രമാണ്. ഈ LDFനെയും UDFനെയും തന്നെ ഒരുപോലെ ഞെട്ടിച്ച തരത്തിലുള്ള ഒരു മുന്നേറ്റം അവർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്തിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ പറയുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ
അവർക്ക് സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു വലിയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് ഒരു സീറ്റുമല്ല, ഒന്നിൽ കൂടുതൽ സീറ്റുകൾ അവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2026. ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് മിസ്സാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ കൈവിട്ടു പോകുമെല്ലാം എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയും അവരും പഠിച്ച പണി 18 പയറ്റുമെന്ന കാര്യം സംശയമില്ല. അത് മാത്രമല്ല, നിലവിൽ അവർക്കൊരു അടിത്തറ പാകപ്പെടുത്താനായിട്ട് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അവർക്കൊരു ബോണസ് പോയിന്റ് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, LDFനെ സംബന്ധിച്ചിടത്തോളമായാലും UDFനെ സംബന്ധിച്ചിടത്തോളമായാലും അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2026 നടക്കാൻ പോകുന്നത്. അതിന് മുതലെടുക്കാനായിട്ട് BJP മാക്സിമം ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം വ്യക്തമാക്കി പറയാൻ പറ്റുന്ന ഒരു കാര്യം, 2016 തെരഞ്ഞെടുപ്പ് കണക്കോ 2021 തെരഞ്ഞെടുപ്പ് കണക്കോ അല്ല 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എന്നുള്ളത്. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത പല സംഭവ വികാസങ്ങളും നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് 2026 മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് അതിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇനിയുള്ള നാളുകൾ വളരെ നിർണായകമാണ്. അവർക്ക് നിലവിലത്തെ ഈ ഒരു സാഹചര്യം നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുകൂല ഘടകം മുഴുവനായും അവരിലേക്ക് എത്തിക്കേണ്ട ഒരു വലിയ കടമ്പ ബാക്കി കിടക്കുകയാണ്. ആ ഒരു തരംഗം ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ അടിപതർന്ന തരത്തിലോട്ട് UDFന് കാര്യങ്ങൾ മാറും. അതുപോലെ തന്നെ LDF ഈ പറയുന്ന തരത്തിൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എല്ലാ അർത്ഥത്തിലും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെയും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല തന്ത്രങ്ങളും LDF പയറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. പല അന്തർധാരകളും ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. ഇനി BJPയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു ബോണസ് പോയിന്റ് ആദ്യമേ ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഞാൻ പേഴ്സണലി കാണുന്നത്. ഒരു അടിത്തറ പാകപ്പെടുത്താനായിട്ട് അവർക്ക് സാധിച്ചു. അഴിച്ചുപണി മുഴുവനായിട്ടും BJPക്കുള്ളിൽ നിലവിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ആർക്കാർ അനുകൂലമായി മാറുമെന്നുള്ളതും ജനങ്ങൾ ഏത് തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതും അടിസ്ഥാനമാക്കിയായിരിക്കും 2026 ജയപരാജയങ്ങളുടെ ഒരു നേർക്കാഴ്ച എന്ന് പറയുന്നത്. ഒരു കാര്യം വളരെയധികം വ്യക്തമായി പറയാം, വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഏത് പാർട്ടി വിജയിച്ചാലും അത് LDF ആയാലും UDF ആയാൽ തന്നെയും സീറ്റുകൾ പരമാവധി കൂടി വലിയൊരു ഭൂരിപക്ഷം എന്തായാലും നേടിയെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത്. കാരണം അതുപോലൊരു തരംഗം കേരളത്തിൽ നിലവിലില്ല. ജയിക്കുന്നത് ഏത് പാർട്ടിയായാൽ തന്നെയും ഭൂരിപക്ഷം നന്നേ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ BJP വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവരും പ്രതീക്ഷിക്കുന്ന അളവിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. എന്തായാലും കാത്തിരിക്കാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ത് തരം തന്ത്രങ്ങളാണ് 3 പാർട്ടികളും പയറ്റാൻ പോകുന്നത്, അതിൽ ആരുടെ തന്ത്രം വിജയിക്കുമെന്നുള്ളതും കണ്ടു തന്നെ അറിയണം.